ഹലോ, കുറച്ചൊരു ബ്യൂട്ടിഫുൾ വിഷ്വലായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഈ ഒരു ക്ലിപ്പ് ഇട്ടത്. ഇതിവിടെ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു വീട്ടിലുള്ളതാണ്. ഒരൊറ്റ കടയിൽ നിന്ന് വരുന്ന പോലെ പല കളർ, എത്ര കളറുണ്ട് ഇതിനകത്തുനിന്ന് എണ്ണിയിട്ട് കിട്ടില്ല, അത്രയും കളേഴ്സ് ഉണ്ട് ബൊഗെയിൻവില്ല. നല്ല ഭംഗിയുള്ള ഒരു സീനാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിരുന്ന ആ ഒരു ബ്രല്ലാവിയുടെ ടേബിളിൽ ഫിക്സ് ചെയ്യുന്ന സംഗതിയാണ് കേട്ടോ. അതിപ്പോൾ ചീത്തയായി, ഇതിൻ്റെ ഇവിടുത്തെ ത്രെഡ് പോയിരിക്കണം, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് കണ്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു 2600 ആ ഒരു റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് തൽക്കാലം ഇപ്പോൾ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കിടക്കുന്ന ഈ ഒരു പൈപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്താൽ ആ ഒരു കണക്കിന് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞതൊന്ന് ചെയ്തു തരാനായിട്ട് കേട്ടോ. അപ്പോൾ കുറേ നാൾ പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്നത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അത് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഒരു സ്റ്റാൻഡിൽ ആ ആമ് ഫിക്സ് ചെയ്തിട്ടുള്ള പോലെയാണ് മറ്റേ സ്റ്റാൻഡ് കണ്ടത് കേട്ടോ. അപ്പോൾ അത് 2600 എത്ര, അത് ആ റേറ്റിന് നല്ല വേർത്താണ് കേട്ടോ. അപ്പോൾ അത് മേടിക്കാമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ വാങ്ങിയാൽ മതി. ഇതിപ്പോൾ ഇവിടെ ഈ ഒരു പൈപ്പും വെൽഡ്, അതായത് ട്രസ് വർക്കിൻ്റെ ബാലൻസ് ഉള്ള പീസാണ് കേട്ടോ ഈ ഒരു പൈപ്പും ആ GI ട്യൂബൊക്കെ. അപ്പോൾ അത് വെച്ചിട്ട് അത് അത്യാവശ്യം വണ്ണമുള്ളൊരു പൈപ്പാണ്. അപ്പോൾ അത് വെച്ച് അതിൻ്റെ മീതെ നമ്മുടെ ഒരു ആമ് വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ഫിക്സഡ് ആയിട്ട് നിന്നോളും. അപ്പോൾ നമുക്ക് ഈ ടേബിളിൽ ഫിക്സ് ചെയ്യേണ്ട, അതിൻ്റെ ആ ഒരു ത്രെഡ്, ആ മെക്കാനിസത്തിൻ്റെ ഒരു ത്രെഡാണല്ലോ പോയത്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യുകയും ചെയ്യും. ആ ഒരു ക്ലാമ്പ് മാത്രമായിട്ട് മേടിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക്. പക്ഷെ അതിന് ക്ലാമ്പിന് മാത്രം തന്നെ 300 400 എത്രയോ ആണ്. അപ്പോൾ അതിനേക്കാൾ ബെറ്ററായിട്ട് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട്, അതായത് സീറോ കോസ്റ്റ് എന്ന് വേണം പറയാൻ. എനിക്കിപ്പോൾ ഇതിനായിട്ട് പൈസയൊന്നും ചിലവാകുന്നില്ല. ഇതിവിടെ ഉള്ള സംഗതികളാണ് ഈ ഒരു പൈപ്പും ആ ട്യൂബൊക്കെ. അപ്പോൾ നമ്മൾ ഈ ക്ലാമ്പിൻ്റെ ആ തിരിച്ച് ടൈറ്റ് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് വേണ്ട. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് എങ്ങനെയാണ് ഇത് വെൽഡ് ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് നോക്കുകയാണേ. അപ്പോൾ ഈ രീതിക്ക് ഇങ്ങനെ തിരിച്ച് വെച്ചാലോ എന്ന് വിചാരിച്ചു, പക്ഷെ അതങ്ങനെ സെറ്റാവില്ല. അപ്പോൾ ഇതുപോലെയാണ് ഇത് വെൽഡ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് ആ സ്ക്രൂ വെച്ച്, ബാക്കിൽ അതിൻ്റെ ഒരു സ്ക്രൂ വരുന്നുണ്ട്. അപ്പോൾ ആ സ്ക്രൂ വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്യും വേണം. അപ്പോൾ ആ ഒരു പാകത്തിനാണ് ഇത് വെൽഡ് ചെയ്ത് പിടിപ്പിക്കാൻ പോണത്. ഈ ഒരു മുറ്റത്ത് കാണുന്ന മെസ്സ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കേട്ടോ. കുറേ സാധനങ്ങൾ ഒതുക്കാനും പണി സാധനങ്ങളും ലാഡറും ഇതൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് ഒതുക്കി വരണേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വെൽഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലൊരു മിസ്റ്റേക്ക് പറ്റിയത് എന്താ വെച്ചാൽ, മിസ്റ്റേക്ക് എന്ന് പറയാനില്ല, താഴെ ഈ ഒരു പൈപ്പിൻ്റെ താഴെ ഒരു ചെറിയ പ്ലേറ്റ് വെച്ചിട്ട് ആ പ്ലേറ്റിലോട്ട് ഈ പൈപ്പ് വെൽഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ പ്ലേറ്റ് കുറച്ചും കൂടിയും ഒരു ഏരിയ ഉള്ള പ്ലേറ്റ് വേണമായിരുന്നു. ഇതിപ്പോൾ ഒരു കുഞ്ഞി പൈപ്പായതുകൊണ്ട് നമ്മൾ ഈ ബ്രലാവിയ, അതായത് ഈ ഫോൺ വെക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, ബ്രലാവിയ എന്ന് അതിൻ്റെ കമ്പനിയുടെ പേര്, അതങ്ങനെ പറഞ്ഞ് യൂസ്ഡ് ആയി, അതാണ് വായിൽ വരുന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഇങ്ങനെ ഫുള്ള് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പൈപ്പ് ഫ്രണ്ടിലേക്ക് മറയും കേട്ടോ. ഞാൻ വെക്കുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ആ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റേബിളാണ്, അങ്ങനെ തന്നെ ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇതിപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഈ പൈപ്പ് എടുക്കണം, പിന്നെ ഇത് വെൽഡ് ചെയ്യാനായിട്ട് കൊടുക്കണം. എല്ലാവർക്കും ഇങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ വെൽഡ് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ലല്ലോ. നമ്മൾ ചെയ്തു എന്നുള്ള രീതിയിൽ ഞാൻ കാണിക്കണേ ഉള്ളൂ. ഇത് നിങ്ങളിങ്ങനെ ചെയ്യൂ, അല്ലെങ്കിൽ ഇത് മറ്റേതിനേക്കാൾ അടിപൊളിയാണ് എന്നൊന്നും ഞാൻ പറയണില്ല കേട്ടോ. അപ്പോൾ അത് വെൽഡ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്, ഒന്ന് തണുക്കാനുണ്ട്, അത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറൊരു സാധനം വേണം, ഒരു ഫ്രെയിം, അതായത് ഒരു റെക്റ്റാങ്കുലർ ഫ്രെയിം ഉണ്ടാക്കണം. നമ്മൾ ഈ ഹാൻഡ് പെയിൻറ്റ് ചെയ്യുമ്പോഴും ആരി വർക്ക് ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറഞ്ഞ രീതിക്ക് കേട്ടോ. ഞാൻ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരും മുല്ലയ്ക്കൽ ടൈലർ ബേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയുടെ വീഡിയോ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ആ കുട്ടി ആരി വർക്കിൻ്റെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തതിൽ ഇങ്ങനെ അയാളൊരു ജനൽപ്പാളി ഫ്രെയിം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കാണിച്ചിരുന്നു. ഞാൻ ഈ ഒരു ടൈപ്പിലുള്ള ബോക്സ് ചെയർ ആരി സ്റ്റാൻഡ് ഓൾറെഡി കണ്ടിട്ടുണ്ട്. എനിക്കത് വേണം എന്നുണ്ടായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ എൻ്റെ വേറൊരു ഫ്രണ്ട് മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് റിവ്യൂസ് കണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണും കേട്ടോ. അതിൻ്റെ പിക്ചർ ഇവിടെ പിപ്പായിട്ട് അങ്ങനെ കൊടുക്കാം. അപ്പോൾ ആ ഒരു സംഗതി ഇതുപോലെ GI ട്യൂബ് വെച്ചിട്ട് നമുക്ക് ചെയറിട്ട് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സാധനമാണ്. അത് ചെയ്യിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മുമ്പേ. അപ്പോൾ ഇങ്ങനെ ഈ പൈപ്പ് ഈ GI ട്യൂബ്, ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്യൂബ് കിടക്കുന്നുണ്ടല്ലോ,
അപ്പോൾ അത് വെച്ച് ചെയ്യാമെന്നൊക്കെ ഓർത്തിരുന്നു കേട്ടോ. പിന്നെയാണ് സൂര്യയുടെ വീഡിയോ, സൂര്യ പറയുന്നത് മുല്ലയ്ക്കൽ ടൈലർ ബേർഡ് എന്നുള്ള ചാനലിൻ്റെ അത് ചാനൽ ചെയ്യുന്ന ആ കുട്ടിയുടെ പേരാണ് സൂര്യ. അപ്പോൾ സൂര്യയുടെ വീഡിയോയിൽ സൂര്യ ഇങ്ങനെ ഈ ഫ്രെയിം മാത്രം വെച്ചിട്ട് ആ ഫ്രെയിമിൽ ബൈൻഡർ ക്ലിപ്പ് വെച്ചിട്ട് തുണി വെച്ചിട്ട് അത് സിമ്പിളായിട്ട് യൂസ് ചെയ്യണം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചാൽ ഓക്കെ എന്നാൽ പിന്നെ അത് മതിയല്ലോ. അതായത് പിന്നെ അതിൻ്റെ താഴെ മറ്റേ സംഗതിയാണെങ്കിൽ വേറെ ഈ ഒരു ഫ്രെയിം മാത്രം പോരാ, താഴത്തേക്കും അത് ഹോൾഡ് ചെയ്യാനുള്ള വേറൊരു കമ്പി ഒക്കെ വെൽഡ് ചെയ്തിട്ടാണ്. അത് ഞാൻ ആ പിക്ചർ കൂടെ കൊടുക്കുക, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് ആവശ്യമില്ലല്ലോ. ഇതിപ്പോൾ നമുക്ക് ടേബിളിൻ്റെ മീതേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് അടിപൊളിയാണ്. അഗെയിൻ ഇതും ഞാൻ നിങ്ങൾ ഇതുപോലെ ട്യൂബ് എടുത്ത് പൈപ്പ് എടുത്ത് ചെയ്യണം എന്നൊന്നും ഞാൻ പറയണില്ല. ഇത് ഇവിടെ വെൽഡിങ് കണ്ടുകൊണ്ടിരിക്കുന്നു എൻ്റെ കുട്ടിയുടെ കയ്യിലെ പാവക്കുട്ടിയോട് ഇട്ടത്. അവളുടെ 6 മാസമായപ്പോഴത്തെ ഡ്രസ്സാണ് ഇപ്പോൾ അതിന് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ വോട്ടെവർ. അപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഏട്ടനോട് ഞാൻ ചോദിച്ചിരുന്നു, ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ നമ്മുടെ അടുത്ത് ഇവിടെ ഉണ്ട്, ഇതൊന്നും ഇല്ലാത്ത ഒരാളിപ്പോൾ ഇതുപോലെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് മെറ്റീരിയൽ എടുത്ത് ഒരു വെൽഡറെ കൊണ്ട് വെൽഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എത്ര രൂപയാവുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് പണിക്കാശ് ഒരു 200 രൂപ 250 രൂപ അവർ മേടിക്കുമായിരിക്കും. ഇത് രണ്ടും ചെയ്യാനായിട്ട്. പിന്നെ മെറ്റീരിയൽ എടുക്കുന്നതൊക്കെ കൂട്ടിയിട്ട് എല്ലാം കൂടി ഒരു 1000 രൂപയുടെ താഴെ വരുമെന്നാണ് പറഞ്ഞത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ 1000 രൂപയുടെ താഴെ വരും എന്നുള്ള രീതിക്കാണെങ്കിൽ നഷ്ടമില്ല കേട്ടോ. പക്ഷേ അപ്പോഴും വേറൊരു കാര്യമുള്ളത്, നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ബ്രൊലാവിയയുടെ ഈ ടേബിളിൽ ഫിക്സ് ചെയ്യണ ഒരു ആം ഉണ്ടെങ്കിലാണ് നമ്മൾ ആ ഒരു പൈപ്പുമ്മ വെച്ച് അത് വെൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു സാധനം തന്നെ ആ 2 വർഷം 2-3 വർഷം മുന്നേ 1000 രൂപ എന്തോ ആയിട്ടുണ്ടായിരുന്നു അത് വാങ്ങിയപ്പോൾ. അതിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അതിനിങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ കണ്ടുപിടിച്ചത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ റെഡിമെയ്ഡായിട്ടുള്ള ഇതുപോലെ സ്റ്റാൻഡിൽ വരുന്ന ഇങ്ങനത്തെ ആം ടൈപ്പ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് റേറ്റ് കമ്പയർ ചെയ്തിട്ട് എഴുതുന്നതാണ് കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ കൂടുതൽ റേറ്റ് കുറവിന് കിട്ടുന്നത്. പിന്നെ റിവ്യൂസ് നോക്കുക. ഓഫ് കോഴ്സ് റിവ്യൂസ് നോക്കിയിട്ട് നല്ലത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിയാൽ മതി കേട്ടോ. ഞാൻ വീണ്ടും പറയാണ്, ഇത് ഭയങ്കര അടിപൊളിയാണെന്നുള്ള രീതിയിലല്ല ഞാൻ പറയണേ. നമ്മൾ ഒരു സംഗതി കേട് വന്നപ്പോൾ അത് റീയൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കണ്ടുപിടിച്ചു എന്നുള്ള ഒരു ഇതിലാണ്. ഈ ഒരു എന്താണ് ഈ ഫ്രെയിം ഉണ്ടല്ലോ, റെക്റ്റാങ്കുലർ ഫ്രെയിം, ഇത് നിങ്ങൾക്ക് പിന്നെയും ട്രൈ ചെയ്യാവുന്നൊരു സാധനമാണ്. മറ്റേ ആരിക്കോട്ടോ ഇതുണ്ടല്ലോ, അഡ്ഡ എന്ന് പറയുന്നത് ആരിക്കോട്ട്, അത് മേടിക്കണം എന്നില്ല. ഇതിപ്പോൾ GI ട്യൂബാണ്, വെയിറ്റ് കൂടുതലാണ്. ഇതല്ലെങ്കിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഫ്രെയിം വരുമല്ലോ, കണ്ടിട്ടില്ലേ, വിൻഡോൻ്റെ ഫ്രെയിം വേണം, അതുപോലൊരു ഫ്രെയിം. അതാകുമ്പോൾ കനം കുറവാണ്. അത് ഒരെണ്ണം എൻ്റെ കയ്യിൽ ഉണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഇത് വെൽഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ഒരെണ്ണം സെറ്റായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ കനം കുറവാണ്. അപ്പോൾ നമുക്ക് തുണി ഇട്ട് കൊടുത്തിട്ട് ബൈൻഡർ ക്ലിപ്പ് വെച്ച് ക്ലിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ കാര്യം നടക്കും. നിങ്ങളുടെ അടുത്ത് ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്യൂട്ടബിളായിട്ടുള്ള ഭംഗിയുള്ള സ്റ്റാൻഡ് മേടിക്കാം. പിന്നെ നമുക്ക് സ്ഥലവും വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ഫ്രെയിം ആകുമ്പോൾ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ചാരി വെക്കുകയോ ഒതുക്കി വെക്കുക, ലോഫ്റ്റിൻ്റെ മീതേക്ക് കയറ്റി വെക്കുക, അല്ലെങ്കിൽ അലമാരയുടെ മുകളിലോ സൈഡിലോ ഒതുക്കി വെക്കുക. അങ്ങനെ സ്പേസ് നമുക്ക് എടുക്കാം. മറ്റേത് എന്താണ് സ്ഥലം, നമ്മുടെ വീട്ടിൽ എത്ര സ്ഥലം ഉണ്ട് എന്നുള്ളതും കൂടി കണക്കാക്കണമല്ലോ നമ്മളിങ്ങനെ ഓരോരോ ഗാഡ്ജറ്റ് വാങ്ങി കൂട്ടുമ്പോൾ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക. എന്തായാലും ഈ ഒരു സ്റ്റാൻഡിൻ്റെ അല്ലെങ്കിൽ ഈ ഫ്രെയിമിൻ്റെയും പണി ഇത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കതിൽ കുറച്ച് കറക്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, താഴെ ഒരു വലിയ പ്ലേറ്റ് വെച്ച് വെൽഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ട്യൂബ് തന്നെ ഡയഗണൽ, ആ പ്ലേറ്റിൻ്റെ താഴെ ഒരു ട്യൂബ് ഡയഗണലി വെച്ച് വെൽഡ് ചെയ്താൽ അതിന് കുറച്ചും കൂടി ബാലൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് ഇത്രയായിട്ടുണ്ട്. ഇനി ആ ഫ്രെയിം ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് പോളിഷ് ചെയ്ത് എടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ തുണി നമ്മൾ അതിൽ വെക്കുമ്പോൾ അത് കീറും. ഞാൻ ഈ ഒരു സ്റ്റാൻഡിൽ എൻ്റെ ഫോൺ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അത് നല്ല സ്റ്റഡിയാണ്, നന്നായിട്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ അതിൽ കാണിച്ച ആ ഒരു ലെവലിൽ അതിൻ്റെ ആം സ്ട്രെച്ച് ചെയ്തിരിക്കുമ്പോൾ അതിന് പ്രശ്നമൊന്നുമില്ല, അത് വീഴൊന്നുമില്ല. അതിൻ്റെ ആം കംപ്ലീറ്റ് ആയിട്ട് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ടിലേക്ക് വെയിറ്റ് കൂടുമല്ലോ. അപ്പോൾ ആ ഫ്രണ്ടിലേക്ക് വെയിറ്റ് കൂടുന്ന സമയത്താണ് അത് താഴത്തോട്ട് വീണത്. അത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അതിനൊന്ന് ബ്യൂട്ടിഫിക്കേഷൻ്റെ ആവശ്യം
ബ്യൂട്ടിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ അത് പണി നടക്കും. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അതൊന്ന് പോളിഷ് ചെയ്ത് പെയിൻറ്റ് ചെയ്തൊക്കെ എടുക്കണമെന്നുണ്ട്. അതൊക്കെ പിന്നെ ഒരു വീഡിയോയിലോ വർക്ക് ഫ്ലോയിലോ കാണിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കുക. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. സബ്സ്ക്രൈബ് ചെയ്യണത് നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ കണ്ടൻറ്റ് ഏതെങ്കിലും തരത്തിൽ എൻ്റർടൈനിങ്ങോ യൂസ്ഫുള്ളോ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ എൻ്റെ റിക്വസ്റ്റ് എടുത്തിട്ട് ഇതൊക്കെ ചെയ്തു തന്നതിന് ഏട്ടന് ഞാൻ ഈ വീഡിയോയിൽ താങ്ക്സ് പറയുന്നുണ്ട്. ഞാൻ ഓൾറെഡി താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഈ വീഡിയോയിൽ ഞാൻ താങ്ക്സ് പറയാണ്. പിന്നെന്താണ്, നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടൊക്കെ കാണിക്കാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു അഡീഷണൽ ഒരു പീസ് പൈപ്പ് കിട്ടിയിട്ട് വേണം, അല്ലെങ്കിൽ നോക്കിയിട്ട് വേണം അതൊന്ന് ഡയഗണലി ആ പ്ലേറ്റിൻ്റെ താഴെ വെച്ച് വെൽഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സ്റ്റേർഡിനെസ്സിന് പ്രശ്നമുള്ളത് അതും കൂടി സോർട്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇത് പ്രൈമർ അടിച്ച് പെയിൻറ്റ് ചെയ്ത് ഇതിന് കുട്ടപ്പനാക്കിയിട്ട് ഇനി വരുന്ന വീഡിയോയിൽ കാണിക്കാൻ പറ്റുമ്പോൾ ഞാൻ കാണിക്കും. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ, പറഞ്ഞ പോലെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം നമസ്വി, കൃഷ്ണ ആൻഡ് ബിപിൻ കുമാർ. താങ്ക് യു.